ശരി. അല്ല, അഫ്താബ്, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണോ? ഈ ആക്രമണം നടക്കുമ്പോൾ ഇസ്രയേലിനകത്ത് ഉണ്ടാവുന്ന ഈ ഡാമേജസ് എന്തൊക്കെയാണ്, അവർക്ക് പറ്റിയ പരിക്കെത്രയാണ് എന്നതിനെ സംബന്ധിച്ച് പൂർണ്ണ വിവരം ലോകത്ത് വരുന്നില്ലേ? ആ ഒരു പ്രശ്നമുണ്ടോ അവിടെ? നേരത്തെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ അവിടെ ഫോറിൻ പ്രസ്സിനെ മുഴുവൻ പുറത്താക്കി അവരുടെ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇസ്രയേലിൻ്റെ IDF-ഉം അവിടുത്തെ പോലീസും ഒക്കെ. എന്നു മാത്രമല്ല, അവിടെ ഉണ്ടാവുന്ന നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങൾ പകർത്തുകയോ വീഡിയോ പകർത്തുകയോ ചെയ്യരുത് എന്ന് പൗരന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. പിന്നെ ആളുകൾക്ക് സ്വതന്ത്രമായി ഇടപെടാൻ കഴിയാത്ത വിധം അവരെ ബങ്കറുകൾ നിയന്ത്രിച്ചിരിക്കുന്നു. സത്യത്തിൽ എന്താണ് ഇസ്രയേലിൽ സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു പൂർണ്ണമായ വിവരം ലോകത്തിന് ലഭ്യമല്ല എന്നുണ്ടോ അഫ്താബ്? നിഷാദ്, കഴിഞ്ഞ ദിവസം നമുക്കറിയാം 2 ദിനം മുമ്പാണ് ഹൈഫയിലെ ഇസ്രായേലിന്റെ അവരുടെ ഏറ്റവും വലിയ പ്ലാന്റിൽ, അതായത് പ്രതിദിനം 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ടറുകൾ നിൽക്കുന്ന, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാന്റ് നിൽക്കുന്ന ഹൈഫയിൽ ആക്രമണം നടക്കുന്നത്. അന്ന് വന്ന ദൃശ്യങ്ങൾ വളരെ ഭീകരമായിരുന്നു. എന്ന് വെച്ചാൽ ഇസ്രയേലിന് മേൽ ഇത്രയധികം ആഘാതം സൃഷ്ടിക്കാൻ ഇറാൻ പോലെ ഒരു രാഷ്ട്രത്തിന് സാധിച്ചു എന്നുള്ള തരത്തിൽ ചർച്ചകൾ വന്നു. അതിനുശേഷമാണ് മാധ്യമ സെൻസർഷിപ്പ് ഇസ്രയേൽ കടുപ്പിക്കുന്നത്. ഇന്നിപ്പോൾ അവരുടെ ആക്രമണം നടന്നിരിക്കുന്നത്, ഇതിന്റെ ചിത്രങ്ങൾ മൊത്തത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ ചിത്രം വ്യക്തമാണ്. അതായത് അവർ ആക്രമണം നടത്തിയിരിക്കുന്നതിൽ ഒന്ന് ഇസ്രയേലി സൈനികരെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയിലാണ്, മറ്റൊന്ന് അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്, മറ്റൊന്ന് അവരുടെ ഇന്റലിജൻസ് ആസ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഈ നടത്തിൽ നടക്കുന്ന വളരെ സെൻസിറ്റീവായ ഇസ്രായേലിന്റെ ഏറ്റവും പരമപ്രധാനമായ കേന്ദ്രങ്ങളിൽ ആക്രമണം നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരരുത് എന്നുള്ളത് അവർ ആഗ്രഹിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും അവിടെ നിന്നുള്ള ചിത്രങ്ങൾ പലവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഏൽക്കുന്ന തിരിച്ചടിയുടെ ആഘാതം കൃത്യമാണെന്നുള്ളതാണ്. നെതന്യാഹു പറയുന്നത് ആശുപത്രികൾ ആക്രമിക്കുന്നത് യുദ്ധക്കുറ്റമാണെന്നാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ ആരോഗ്യമന്ത്രി ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിന് സമാന്തരമായിക്കൊണ്ട് തന്നെ ഗസയിൽ ആശുപത്രികൾക്ക് നേരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒഴിവാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇറാനെയും ഒന്നിച്ച് ഒരൊറ്റ ബിന്ദുവിൽ, അതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇറാനെതിരെ നടത്തുന്നത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല, ഈ ഒരു അച്ചുതണ്ടിനെ പൂർണ്ണമായും, അത് ഗസയിലെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട അച്ചുതണ്ടിനെ പൂർണ്ണമായും ഇല്ലാതാക്കി പുതിയൊരു മിഡിൽ ഈസ്റ്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് നെതന്യാഹു കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം മുമ്പ് ഇപ്പോൾ ഇറാഖിലെ പരമോന്നത നേതാവ് പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഈ തോതിൽ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മേഖലയിലെ ഒരാൾക്കും സമാധാനം ഉണ്ടാകില്ല. എന്ന് വെച്ചാൽ ഈ മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ പുതിയ സംഭവവികാസങ്ങൾ കാരണമാകുമെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ തരത്തിലാണ് ഈ മേഖലയിലെ ചിത്രം ഇപ്പോൾ നീങ്ങുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഫോർദോയിലെ അവരുടെ ആണവ കേന്ദ്രം നശിപ്പിച്ച് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അല്പം മുമ്പ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ നേരിട്ട് സൈനികമായി ഈ കേന്ദ്രം നശിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ തങ്ങൾ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തേക്ക് പ്രവേശിച്ച് നശിപ്പിക്കുന്ന കാര്യം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ US-നെ ഇപ്പോൾ ബ്രീഫ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള വഴി എന്ന് പറയുന്നത് ഒന്നുകിൽ ആക്രമണം നടത്തി പൂർണ്ണമായും ഇത് നശിപ്പിക്കാനാകണം, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അത് ഇറാന് കൂടുതൽ ആണവ മേഖലയിലേക്ക് കൂടുതൽ ശക്തമായി തിരിച്ചു വരുവാനുള്ള ഒരു വഴിയൊരുക്കും, അല്ലെങ്കിൽ ചർച്ചയിലൂടെ ഇപ്പോൾ തന്നെ ഈ പ്രശ്നപരിഹാരത്തിലേക്ക് വഴിയൊരുക്കുക എന്നുള്ളതാണ് ട്രംപിന് മുന്നിലുള്ള ലക്ഷ്യം. അതിലേക്ക് വഴി തുറക്കുമെന്നുള്ളതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കുള്ള ശ്രമങ്ങളാണ് ഒമാൻ ഉൾപ്പെടെ ഗൾഫ് രാഷ്ട്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും.